പാലക്കാട് ജില്ലയിലെ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഇന്നലെ ആത്മഹത്യ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് വളരെ വലിയൊരു വിഷയമായി ഇന്നിപ്പോൾ സ്കൂളിൽ നിൽപ്പുണ്ട്. അവിടെ KSU വളരെ ശക്തമായ സമരത്തിലാണ്. എനിക്ക് തോന്നുന്നു KSU ആയിരിക്കും അവിടുത്തെ പ്രധാന സംഘടന. അവർ സമരത്തിലാണ്. പിന്നെ SFI എല്ലാവരും ഉണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്, പ്രതിഷേധത്തിലൊക്കെ ഉണ്ട്, PTA ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ടീച്ചറിനെ കുറിച്ചാണ് ആക്ഷേപം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ടീച്ചറെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. കാരണം കുഞ്ഞുങ്ങൾ പഴയ കാലഘട്ടത്തിലെ കുട്ടികളല്ല. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ വീട്ടിൽ 8ഉം 10ഉം കുട്ടികളുണ്ട്. അവർ വീട്ടിനകത്ത് തന്നെ ഒരു സോഷ്യൽ ലൈഫാണ് നയിക്കുന്നത്. എല്ലാം പങ്കുവച്ചും പിന്നെ അതുപോലെ തന്നെ ബഹളമുണ്ടാക്കിയാൽ ഉടനെ കിട്ടത്തില്ല. എനിക്ക് മുട്ടായി വാങ്ങേണ്ടത് അപ്പം കിട്ടത്തില്ല, കടയിൽ പോയി വാങ്ങാൻ പറ്റും, ഷോപ്പിൽ പോകുമ്പോഴേ വാങ്ങാൻ പറ്റും. ഇപ്പം അങ്ങനെയല്ല. സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, അതുപോലെ ആമസോൺ ഉണ്ട്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും 10 15 മിനിറ്റ്, സമയം പോലും അറിയാൻ പറ്റും. നമ്മൾ ഓർഡർ കൊടുത്താൽ വിത്തിൻ 10 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, 20 മിനിറ്റ്സിനപ്പുറം ഒരു കാര്യം പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻസ്റ്റൻ്റായി കുട്ടികൾക്കെല്ലാം കിട്ടുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കയറിയാൽ എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്ക് കിട്ടും. പാട്ട് വെച്ച് കഥ കേട്ട് അമ്മൂമ്മ അപ്പൂപ്പനൊന്നും കഥയൊന്നും പറഞ്ഞിരേണ്ട കാര്യമില്ല. എല്ലാം ഇൻസ്റ്റൻ്റായി കിട്ടുന്ന ലോകത്താണ് കുട്ടികൾ താമസിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ക്ഷമയില്ല. എല്ലാം ഇപ്പം കിട്ടണം. ഇപ്പം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അതിൻ്റെ പുതിയ കാലം. 1 or 2 കുട്ടികളാണ് വീട്ടിലുണ്ടാവുക. അച്ഛനും അമ്മയും തൻ്റെ കുട്ടികൾ ഒരു തെറ്റും ചെയ്യില്ല, അവർ ഹരിചന്ദ്രന്മാരാണെന്നുള്ള നിലയിലാണ് അച്ഛനും അമ്മയും. ഞാനുമൊക്കെ ഒരു 2 കുട്ടികളുടെ പിതാവാണ്. ഞാൻ ഒക്കെ പറയുന്നതാണ്, അത് എൻ്റെ കുട്ടികൾ അങ്ങനെ, എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യാറില്ല, അപ്പുറത്തെ കുട്ടിയായിരിക്കും കുഴപ്പം കാണിച്ചത്, പശുക്കുട്ടിയായിരിക്കും, അല്ലെ എൻ്റെ കുട്ടി വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും തെമ്മാടിത്തരങ്ങൾ കാണിച്ചാലും തെറ്റുകൾ ചെയ്താലും കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ആ ഒരു സമീപനം എടുക്കും. രക്ഷിച്ചോട്ടെ. പക്ഷേ സ്കൂളിൽ ചിലപ്പോൾ പോയി ബഹളം ഉണ്ടാക്കിയാലും വീട്ടിൽ ചെല്ലുമ്പോൾ അവനടുത്ത് അല്ലെങ്കിൽ അവളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. തല്ലാൻ പറ്റില്ല. ബാലാവകാശ കമ്മീഷൻ ഉള്ളതുകൊണ്ട് തല്ലാൻ പറ്റില്ല. വളരെ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ കണ്ണാടി സ്കൂളിൽ ഇന്നലെ ടീച്ചർ കുട്ടിയെ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ അവർ എന്തോ പങ്കുവച്ചതുമായി 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്, അത് പങ്കുവച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് 9ാം ക്ലാസ്സിലെ കുട്ടിക്ക്. അതാണ് വേറെ തമാശ. അപ്പോൾ അവരത് പങ്കുവച്ചിരിക്കുന്നു. അപ്പോൾ പങ്കുവച്ചുകൂടാത്ത ഏതോ പോസ്റ്റാണ് പങ്കുവച്ചെന്ന് ടീച്ചർ കണ്ടുപിടിച്ചു. ടീച്ചർ വഴക്ക് പറയുന്നു. അക്കൂട്ടത്തിൽ ടീച്ചർ ഒരു വാക്കുകൂടി പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. ടീച്ചർ പറഞ്ഞു, സൈബർ പോലീസ് പിടിച്ചു പോയാൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമല്ലേ ടീച്ചർമാർ പറയുന്നത്. നമ്മൾ കൊച്ചു കുട്ടികൾ, വളരെ കൊച്ചു കുട്ടികളുടെ കാര്യം പറയും, ഇപ്പോൾ പോലീസ് വരും, അതിൻ്റെ അർത്ഥം പോലീസ് ഉടനെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അല്ല, ഇപ്പോൾ പട്ടി കടിക്കും, ഇതാ പട്ടി അവിടെ നിന്ന് വരുന്നു, പാമ്പ് വരുന്നു, അല്ലെ കറണ്ടടിക്കും. ഇങ്ങനെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ച് കാര്യങ്ങളെ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല കാര്യങ്ങളും പറയും. പിന്നെ ഇത് കോമൺ ആയിട്ടാണ് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി മാത്രം എങ്ങനെ മരിക്കും, ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ആ സ്കൂളിലെ കുറേ കുട്ടികൾ, ടീച്ചർമാരും HM പോലെ തന്നെ കുറേ കുട്ടികളും വന്ന് നിന്നിട്ട് ഈ ടീച്ചർമാരെയും HM-നെയും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് പത്രക്കാരോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ടീച്ചർ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടതാണ്, കോമണായി പറഞ്ഞതാണ്, അല്ലെ അയാൾ ഒറ്റയ്ക്ക് വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു തർക്ക സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ടീച്ചർമാരും അധ്യാപകരും മനസ്സിലാക്കുക, ബാലാവകാശ കമ്മീഷനും മറ്റൊരുപാട് രീതികൾ വന്നതുകൊണ്ട് ഈ തല്ലി പഠിപ്പിക്കലൊന്നും ഇപ്പോൾ ഇല്ല, ശാസിക്കലില്ല, അതെല്ലാം വേറെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള മാനസികമായ സമീപനങ്ങളിലൂടെ കുട്ടികളിൽ മാറ്റമുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ കാലത്തെ തല്ലും ഉപദേശമൊന്നും ഒരു കുട്ടിക്ക് ഉപദേശമൊന്നും ഇഷ്ടമല്ല. നമ്മൾ കുറച്ച് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചിരുത്തി നോക്കൂ, ആർക്കും ഇഷ്ടമല്ല. മുതിർന്നവർക്കും ഇഷ്ടമല്ല, ടീച്ചർമാർക്കും ഇഷ്ടമല്ല. ആരെങ്കിലും ഉപദേശിച്ചാൽ നമ്മൾ കേൾക്കുമോ? നമ്മളെക്കാൾ പ്രായമുള്ള, നമ്മളെക്കാൾ സൂര്യോദയം കണ്ടിട്ടുള്ള, നമ്മളെക്കാൾ അനുഭവ സമ്പത്തുള്ള, വിദ്യാഭ്യാസമുള്ള പദവികളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് കേൾക്കുമോ? നമ്മളൊന്നും കേൾക്കത്തില്ല. നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാണ് മുതിർന്നവർ നടക്കുന്നത്. കുട്ടികളും അത് തന്നെയാണ് കഥ. എന്തായാലും കണ്ണാടി സ്കൂളിലുണ്ടായ സംഭവം ഒരു അപലപനീയമാണ്. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ടീച്ചറുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവരെ ക്രൂശിക്കുന്നത് ശരിയല്ല. അവർ സതുദ്ദേശത്തോടു കൂടി, ശബ്ദമൊന്നുമില്ല, കുറച്ച് വളരെ മാന്യമായ രീതിയിൽ നീ ജയിലിലേക്ക് കിടക്കേണ്ടി വരും, 1 വർഷമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും, സൈബർ പോലീസ് പിടിക്കുമെന്നൊക്കെ പറഞ്ഞത് കുഞ്ഞിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ അത് ടീച്ചർക്ക് കുരിശാവുന്നത് കഷ്ടമാണ്. എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണം വരും, നടപടികളിലേക്ക് പോകുമെന്ന് പറയും. ഇതിനിടയിലാണ് ടീച്ചർമാർക്കെതിരെയുള്ള കുത്തിത്തിരിപ്പുമായി PTA ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തിപരമാണ്. കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതും കൂടെ ഇതിനകത്തൊക്കെ കുത്തിത്തിരികുന്നത് എങ്ങനെ? തൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുക? ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. എന്തായാലും ഞാൻ ടീച്ചർമാരെയും അധ്യാപകരെ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലം മാറി. അതുകൊണ്ട് തന്നെ പുതിയ പഠന ബോധന ശിക്ഷണ രീതികളൊക്കെ കൊണ്ടുവരേണ്ട കാലമായി. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഉപദേശിക്കാനും പോണ്ട,
ആരും തല്ലാനും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, പഠിപ്പിക്കുക, അവർ സ്വയം നന്നായിക്കോട്ടെ.